ഹലോ ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും മാതളനാരങ്ങയും ഉപയോഗിച്ചിട്ടൊരു പച്ചടിയാണ്. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന പച്ചടിയാണ് ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ ഉലുവായും 1/4 സ്പൂൺ അളവിൽ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഉലുവയും കടുകും നല്ല ജീരകവും എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഒരു 7 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നതായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു 10 ചുവന്നുള്ളിയോടെ അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് കായം, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. ലാസ്റ്റിലായിട്ട് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ എടുത്തിരുന്നു, അതൊന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. അതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ പച്ചടി ബിരിയാണിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം കേട്ടോ. സാലഡിന് പകരം നമുക്ക് ഈ പച്ചടി സെർവ് ചെയ്യാം. ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ, നല്ലൊരു കോമ്പിനേഷൻ കൂടെയാണ്. നമ്മുടെ ഈ മിക്സ് എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്, ഒന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ മിക്സ് എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഞാനിതെല്ലാം ഒന്ന് ഗ്യാസ് എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. എല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് സെർവിങ് ബൗളിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. നമുക്കൊരു സർവിങ് ബൗളിലെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ നോക്കാം. ഞാൻ 1/2 ലിറ്റർ അളവിൽ തൈരാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ കവർ തൈരായിരുന്നു മേടിച്ചിരുന്നത്, ചെറിയൊരു പുളി ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലൊക്കെ ഒഴിച്ചിട്ട് എടുക്കുന്ന തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് പുളിയില്ലാത്ത തൈര്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇതിനകത്തോട്ട് മെയിൻ താരമായിട്ടുള്ള നമ്മുടെ മാതളനാരങ്ങ ഞാൻ ഈ അളവിലാണ് എടുത്തിരിക്കുന്നത്, അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി ഓവറായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കല്, തൈര് വെള്ളം പോലെ ആകും. അതുകൊണ്ടാണ് തൈര് ഉടച്ചെടുക്കല് കേട്ടോ. ചിലർ അറിയാതെ ഉടച്ചു പോകും. ഉടയ്ക്കല് കേട്ടോ, ഉടയ്ക്കാതെ വേണം നമുക്ക് പച്ചടി തയ്യാറാക്കാൻ വേണ്ടി തൈരെടുക്കാൻ. നമ്മുടെ തൈരൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിയായിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പൊക്കെ എനിക്ക് പാകമായിരുന്നു. നമ്മുടെ ക്യാരറ്റ് മാതളനാരങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നല്ല അടിപൊളി പച്ചടിയാണ്. Thank you.